ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സാധനമാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു മോർണിംഗ് കുക്കിംഗ് വീഡിയോ ആണ് ഗൈസ്. കണ്ടോ, ഇതൊക്കെ വെയിലാ ഭയങ്കര, അതുകൊണ്ട് ഇതൊക്കെ അടച്ചിട്ടിരിക്കുവാണ്. അത് നമ്മുടെ ഫ്ലാറ്റിലെ ഫസ്റ്റ് കുക്കിംഗ് ആണ് ഇവളുടെ. അതെ അതെ. അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ് ഗൈസ്. വെറും ഉപ്പുമാവല്ല, നിങ്ങളൊന്നും ഇതുവരെ കാണാത്തൊരു അടിപൊളി ഉപ്പുമാവാണ് ഗൈസ്. വെറൈറ്റി ഉപ്പുമാവ്. ഫ്ലോപ്പ് ആവാതിരുന്നാ മതിയായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവള് ഫസ്റ്റിലെ എന്താണ്ട ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചു അല്ലേ? അതെ ഗൈസ്, നിങ്ങൾ എല്ലാവരും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് വെള്ളമായിരിക്കും, പച്ചവെള്ളം. ഇൻക്ലൂഡിങ് എൻ്റെ വീട്ടിലും പച്ചവെള്ളം വെച്ചിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ കൊല്ലത്ത് നിന്നപ്പോൾ ഉമ്മിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഞാൻ കണ്ടു ഗൈസ്. നെയ്യ് വെച്ചിട്ടുണ്ടാകുമോ? നെയ്യും തേങ്ങാപ്പാലും നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാ. അപ്പോൾ നമുക്ക് ഇന്ന് ഗൈസ്, ഇത് ഞാൻ ഇതുവരെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഉമ്മി ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇവനടുത്ത് പണ്ട് പറയുമായിരുന്നു ഉമ്മി ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ ഞാൻ ഉമ്മി എല്ലാത്തിലും തേങ്ങാപ്പാൽ ചേർക്കും ഗൈസ്. അപ്പത്തിൽ തേങ്ങാപ്പാൽ ചേർക്കും, കടലക്കറിയിൽ തേങ്ങാപ്പാൽ ചേർക്കും, ഉപ്പുമാവിൽ തേങ്ങാപ്പാൽ ചേർക്കും. അപ്പം തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഭയങ്കര വേറൊരു ക്രീമി ടേസ്റ്റ് വരും. ഉപ്പുമാവിൽ ഇവൻ പണ്ട് എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇങ്ങനെ ഉമ്മി നെയ്യ് തേങ്ങാപ്പാൽ ഇട്ടാന്ന്. അപ്പൊ ഞാൻ വിശ്വസിക്കത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു പിന്നെ ഇവനിക്ക് അറിയാത്തോണ്ടാണെന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോ ശരിയാ, ഉപ്പുമാവിൽ ഉമ്മി തേങ്ങാപ്പാല്. അപ്പൊ ഞാൻ ആ റെസിപ്പി നിങ്ങൾക്ക് കൂടി ഷെയർ, കാരണം എനിക്കറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു എറണാകുളം സൈഡിലുള്ള ഒരുവിധപ്പെട്ടവർക്കൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ റെസിപ്പി നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിന് ഞങ്ങൾ രണ്ടുപേരില്ലേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇച്ചിരി ലക്ഷറിയാണ്, വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യാറില്ല, നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഗൈസ് എന്തായാലും നമ്മുടെ ഫ്ലാറ്റ് ടൂർ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. ഇപ്പം നിങ്ങൾ കിച്ചൺ ഏകദേശം കണ്ടു കാണും. നമ്മുടെ ഫ്ലാറ്റ് ടൂർ മൊത്തത്തിൽ നമ്മൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഫസ്റ്റിന് ഫ്രീ ആയിട്ട് വേണം അത് ചെയ്യാൻ. അതെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നെയ്യ് ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് കടുക് പൊട്ടിക്കായിട്ടുണ്ട്. ആക്ച്വലി കടുക് പൊട്ടുമ്പോൾ നമ്മൾ വേപ്പല ഇടേണ്ടതാണ് ഗൈസ്. ഇവിടുത്തെ വേപ്പല തീർന്നു. ഞാൻ ഫ്ലാറ്റിൽ നിന്ന് താഴെ നമുക്ക് വേപ്പല ഉണ്ട് ഗൈസ്, അതാണ് ഒടിച്ചോണ്ടിരുന്നത്. എല്ലാരും ഒടിച്ചൊടിച്ചിപ്പോ വേപ്പല ഇല്ല. ഞാൻ വേപ്പല തീർന്നു. കടുക് പൊട്ടി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ കടുക് പൊട്ടുമ്പോ വേപ്പല ഉള്ളവർ വേപ്പല ഇടുക, വേപ്പല ഇല്ലാത്തവർ സവോള ഇടുക. നമുക്ക് സവാള ഇട്ട് കഴിഞ്ഞിട്ട് ഗൈസ് സവാള ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സവാള നെയ്യിൽ ഇങ്ങനെ നല്ല വാട്ടിയെടുക്കണം ഗൈസ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾ വെള്ളം വെച്ച് ഉണ്ടാക്കില്ല. ഇപ്പം ഞങ്ങൾ രണ്ടുപേരുള്ളൂ അല്ല, അതുകൊണ്ട് ഞാൻ ഫുള്ള് തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾ നല്ല മണം വരുന്നുണ്ട്, കാരണം നെയ്യിലല്ലേ വാട്ടുന്നത്. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് അതായത് പാതി എടുത്ത് നോക്ക്. പാതി തേങ്ങാപ്പാൽ എടുത്തിട്ട് ബാക്കി വെള്ളം ഇട്ടാൽ മതി, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ ഫുള്ള് തേങ്ങാപ്പാൽ ഇടുന്നോണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഗൈസ്. റവ 2 ടൈപ്പ് റവ കിട്ടും. ഒന്ന് മറ്റേ റോസ്റ്റഡ് റവ കിട്ടും. ഇത് നമ്മുടെ ഉമ്മി ധന്യേന്ന് മേടിച്ചു തന്ന റോസ്റ്റഡ് റവയാണ്. അതുകൊണ്ട് ഇത് റോസ്റ്റ് ചെയ്യണ്ട. സാധാ റവയാണെങ്കിൽ ചുമ്മാ ഒന്ന് ചീനച്ചട്ടിയിലൊന്ന് ഒരു 10 സെക്കൻഡ് ഒന്ന് വറുത്താൽ നല്ലത്. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ അരി ചുമ്മാ വറുക്കത്തില്ലേ, അത് കണക്ക് ചുമ്മാ ഒന്ന് വറുത്താൽ ഗൈസ് ഇറ്റ് വിൽ ബി വെരി ബെറ്റർ. ഇവൻ പാല് മേടിച്ചില്ല, അതുകൊണ്ടൊന്ന് കട്ടൻ ചായയാണ് ഗൈസ് കുടിക്കുന്നത്. തേങ്ങ മിക്സിയിലിട്ട് അടിച്ചതിന്റെയാണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം പറ്റിയിരിക്കുന്നത്. ഇങ്ങനെയല്ലായിരുന്നു, ഇതേ ഇവിടെ ഫുള്ളായിരുന്നു. ഞാൻ എന്നിട്ട് മൊത്തം ക്ലീൻ ചെയ്തത്. അതുകൊണ്ടല്ലേ ഇത്ര 8 മണിയായി. എപ്പോ ഉണ്ടാക്കി തീരണ്ട ഫുൾ എന്ന് വെച്ചാലേ വെള്ളം കൂടിപ്പോയി മിക്സിയിലിട്ടപ്പോ. മിക്സിയില് തേങ്ങയുടെ കൂടെ വെള്ളം അധികം കാണാൻ പറ്റിയില്ലല്ലോ. ഞാൻ മനഃപൂർവ്വം വിളിക്കാറുണ്ട് കേസ്, ഇവൻ എന്നെ കളിയാക്കും. അപ്പോ അടിച്ചപ്പോഴത്തേക്ക് ആദ്യം അടിച്ചപ്പോ ഇച്ചിരി പുറത്തേക്ക് വന്നുള്ളൂ. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ആയി, അമർത്തി പിടിച്ച ചിലപ്പോ വീഴത്തില്ലായിരിക്കും. പക്ഷെ വെള്ളം എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അടിച്ചപ്പോ ഫുള്ള് ദേഹത്തും ഈ ഒരു കോർണർ മൊത്തം എന്നിട്ട് ഇപ്പൊ എല്ലാം വാഷ് ചെയ്തതാ രണ്ടാമത്. അങ്ങനെ എൻ്റെ ഇന്നത്തെ പകുതി സമയം പോയി കേസ്. എനിക്ക് 9 മണിക്ക് പോകണം ഓഫീസിൽ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി ഉള്ളി വാട്ടി കഴിയുമ്പോ കാണാല്ലേ. ഞാൻ വെച്ചത് കൂട്ടത്തില്ല ഗൈസ്, ഞാൻ വറുത്തതേ കൂട്ടത്തോളൂ. വെച്ചതെന്ന് പറഞ്ഞാൽ മീൻകറിയാണോ? മീൻകറി വെച്ചത് അതാണ് വെച്ചത്, മറ്റേത് വറുത്തത്. അപ്പൊ ഞാൻ വെച്ച കോയിന്റെ മണം എന്ന് പറയുന്നത് അതറിയത്തില്ലായിരുന്നു. ഇല്ല, ഇത്ര നാളായിട്ട് അറിഞ്ഞുകൂടായിരുന്നു. വെച്ചെന്ന് പറഞ്ഞാൽ കറിക്കാണല്ലേ പറയുന്നത്, വറുക്കുന്നത് നമ്മ മീൻ വറുക്കുന്നത്. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയിട്ട്
ഒരു പീസ് വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും അസറുവിന് വേണ്ടിയിട്ട് കറിയാക്കാൻ. ഇപ്പൊ കറിയാക്കും. എല്ലാം കഴിഞ്ഞ നീ എപ്പോ പോടി? ഡാടാ ഞാൻ ഡെയിലി ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്, നീ കാണാത്തതാ. എന്ന് ഇവൻ ഞാൻ ഓഫീസിലെ ഫസ്റ്റ് കുക്കിംഗ് അല്ലേ? അയ്യടാ ഓഫീസിലെ ഇത് ഫസ്റ്റ് കുക്കിംഗ് അല്ല ഗൈസ്, ഇവൻ നോണ പറഞ്ഞതാ കണ്ടന്റിന് വേണ്ടിട്ട്. എന്നും ഇവൻ എണീക്കുന്നത് 8:55, അതായത് ഞാൻ റെഡിയായി ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ നേരത്ത് കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവനെ വിളിക്കാറ്. ഇന്ന് ആശാൻ എന്തോ ഭാഗ്യത്തിന് നേരത്തെ എണീച്ചു. അപ്പൊ ഈ കാഴ്ചകളൊക്കെ കണ്ട് അവന് അത്ഭുതം തോന്നുന്നു. എനിക്കൊരു ഫിഷ് ഇത് ഏത് മീനാണ്, എനിക്ക് ഏത് മീനാന്ന് അറിയില്ലായിരുന്നു. ഞാൻ എന്നിട്ട് അവിടെ ചെന്നിട്ട് ഉമ്മീനെ വീഡിയോ കോൾ ചെയ്തു ഗൈസ് ഏത് മീൻ മേടിക്കണം എന്ന് അറിയാനായിട്ട്. എന്നിട്ട് അപ്പൊ ഉമ്മ എടുത്തില്ല, ഉമ്മ എന്തോ തിരക്കായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് അവിടെ ഉള്ള ഏറ്റവും കാണാൻ ഭംഗിയുള്ള മീനങ്ങ് മേടിച്ച്. അതാണ് ഈ മീന്, കാണിച്ചു കൊടുക്ക്. ഇത് ഈ മീൻ നല്ലതാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. എന്താ കോരാപ്പാരയാ വേളാപ്പാരയാ കോരാപ്പാരയാ? ഉമ്മി പറഞ്ഞ കേര ചൂര ഏതോ ആണെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് അറിയത്തില്ല ഏതാന്ന്. എന്തായാലും കണ്ടിട്ട് കൊള്ളാം, ഇനി നമ്മൾ കഴിക്കും പറയാം കൊള്ളാമല്ലോ. ഇത് നല്ല സാധനമാണ്, നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞിടാം. എങ്ങനെയുണ്ട്? ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? നല്ല കേട്ടോ. ഉമ്മയും മേടിച്ചു ഈ സെയിം. ഞാൻ അറിയാതെ തന്നെ ഞാനൊരു പ്രോ ഉമ്മ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത്. എന്ന് വെച്ചാൽ മറ്റേതേ ചെറിയ എന്തെങ്കിലും അരിയണമെങ്കിൽ കയ്യിൽ മറ്റേ വിരളോറൊക്കെ ഇടുമായിരുന്നു. അപ്പൊ സമയമില്ല, അതിടാൻ കുറെ സമയം എടുക്കുമല്ലോ. അപ്പൊ നമ്മുടെ സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് തിളപ്പിക്കണം. സമൃദ്ധമായ തേങ്ങാപ്പാലാണ്. ശരിക്കും 1 കപ്പ്, അതായത് എന്തുവാ, 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളം എന്നാണ്. വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എന്നാണ്. അപ്പൊ ഞാനിപ്പോ ഒരു 1/4 കപ്പ് ഒഴിച്ചോളൂ, കാരണം ഞങ്ങൾക്ക് ഒരു 1/2 കപ്പ് റവ മതി ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയിട്ട്. അപ്പൊ നമുക്കിനി ഉപ്പുമാവിൽ ഉപ്പിടണ്ടേ, മറന്നുപോയി. ഉപ്പ് എവിടെ? ഉപ്പുമാവിലേക്ക് നമുക്കിനി ഉപ്പിടാം ഗൈസ്. ഫസ്റ്റ് ഡേ തന്നെ ഞാനേ പയറുകറി ഉണ്ടാക്കിയപ്പോ അങ്ങ് ഫ്ലോപ്പായി ഗൈസ്. ഉപ്പങ്ങ് കൂടിപ്പോയി. പിന്നെ ഞാൻ തേങ്ങ എടുത്ത് തേങ്ങ ചിരവി തേങ്ങ അടിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി. അല്ല ഉപ്പുമാവ് പയറുകറി ഉണ്ടാക്കി. ഉപ്പ് കുറയും. കിഴങ്ങിട്ടാൽ ഉപ്പ് കുറയത്തില്ലേ? കിഴങ്ങിട്ടാല് കുറയും, പക്ഷെ പയറുകറിയിൽ നമ്മളങ്ങനെ കിഴങ്ങിടാറില്ലല്ലോ. പിന്നെന്തോ ഉപ്പ് കുറയാൻ? ചോറുരുളയില്ലേ, ചോറ് ഉരുളയാക്കിയിട്ട് ഒരു 20 മിനിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാല് ചോറ് ഉപ്പ് വലിച്ചെടുക്കുന്ന, അങ്ങനെ ഉപ്പ് കുറയാനൊരു ബുദ്ധിയുണ്ട്. ഇനി ഗൈസ് ഇത് തിളക്കണം. തിരിച്ചിടാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ മീൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി തിരിച്ചിടാൻ പോവുകയാണ്. നമ്മുടെ തേങ്ങാപ്പാൽ നല്ല തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്, ബിക്കോസ് സ്പീഡിൽ ഇളക്കിയില്ലേ പിടിച്ചു. അപ്പൊ നമുക്ക് റവ വേഗം ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. റവ കുറഞ്ഞു പോയോടി? ഇല്ലില്ല, അപ്പൊ ഇതാവൂടാ, റവ അങ്ങ് വികസിക്കും. അപ്പൊ ഈ തേങ്ങാപ്പാലിന് കറക്റ്റ്. ഇത് വറ്റുന്നേക്ക് മുന്നേ ഇത് നമ്മൾ ഇളക്കി നമുക്ക് വേണ്ട ഇതിലാക്കി എടുക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ഇളക്കി ടെൻഷൻ ഫ്രീ ആവുമ്പോഴത്തേ കാണാം. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ രാവിലത്തെ വെറൈറ്റി ഉപ്പുമാവ് റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി പോയി കാണാം. ഗൈസ് ഏകദേശം നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ല പൊള്ളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കട്ട പിടിക്കും വെള്ളത്തിൽ കിടന്ന്. അപ്പൊ ആ കട്ട പിടിക്കാതെ എപ്പോഴും ഇങ്ങനെ ഉടച്ചോണ്ടിരിക്കണം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, 1 കപ്പ് ഉപ്പുമാവാണെങ്കിൽ നമ്മൾ 1.25 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പൊ ഇതിങ്ങനെ ക്രീമി ആയിട്ട് വരും. ഇനി നിങ്ങൾക്ക് മറ്റേ തരി പോലെ ഇരിക്കും, ചോറ് പോലെ ഇരിക്കണം. ചിലവർക്ക് തരിയായിട്ട്, ചിലർക്ക് കട്ടായിട്ടിരിക്കണം അല്ലേ? കട്ടയായിട്ടിരിക്കണം. എങ്കിൽ ഒരു 1/2 കപ്പ് കൂടി ഇട്ടാൽ നല്ല എന്റെ വീട്ടിലൊക്കെ നല്ല കട്ടായിട്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു 1/2 കപ്പ് കുറച്ച്, അതായത് 1.25 ഒരു 1.25 കപ്പ് ആയി കഴിഞ്ഞാല് മറ്റേ ചോറ് കണക്കിരിക്കും, തരിയായിട്ട്. ഇതിപ്പോ ചോറ് കണക്കാണോ? ഇത് ചോറല്ല, ഇത് മറ്റേ നമ്മൾ ക്രീമി ആയിട്ട്. ഫ്രൈ എന്തായി? ഫ്രൈ കഴിഞ്ഞു, ഓഫ് ചെയ്ത്. അപ്പൊ നമുക്കിനി ഉപ്പുമാവ് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാം ഗൈസ്. അങ്ങനെ രാവിലത്തേക്കുള്ള ഉപ്പുമാവ് കഴിഞ്ഞ് നമുക്കിനി മീൻകറിയാണ് ഉണ്ടാക്കേണ്ടത്. കണ്ട ഗൈസ്, മീൻ ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് കഴുകാം. മീൻകറി തയ്യാറാക്കാനുള്ള നമ്മുടെ ചട്ടിയും ചൂടാക്കുവാണ്. എണ്ണ ഒഴിച്ചിട്ടുണ്ടോ? ഇല്ല, ചട്ടി ചൂടാക്കുകയാണ് ഗൈസ്. അപ്പൊ മീൻ അവിടെ ഒന്നും കൂടെ ഫ്രഷ് ആവാൻ വേണ്ടിട്ട് കഴുകുന്നുണ്ട്. ഈ മീനിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര നെയ്യ്. കണ്ടോ, തൊട്ട് കഴിഞ്ഞ ഉടനെ കൈ പിന്നെ ഹാൻഡ് വാഷ് ഇട്ടില്ലെങ്കിൽ എന്തോ മെഴുമെഴുപ്പാ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നല്ലേ നമുക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ കോട്ടയം മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക്
മറ്റേ തേങ്ങ വറുത്തരച്ച കറിയുടെ ആവശ്യമൊന്നും ഇല്ല. സോ ഒരാഴ്ച വരെ ഇരിക്കാൻ പറ്റുന്ന ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ്. അപ്പം അതിന് ഫസ്റ്റ് നമ്മൾ കടുക് ഇടണം. ഇതിനും വേപ്പല വേണമായിരുന്നു, വേപ്പല ഇല്ല. കടുക് ഇടുക, ഉലുവ ഇടുക, വേപ്പല ഉണ്ടെങ്കിൽ വേപ്പല ഇടുക. ഞാൻ ഇപ്പം ഇഞ്ചി, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ്. ഇഞ്ചി വെളുത്തുള്ളിയാണ് ഞാൻ ഇടുന്നത്. നമുക്കതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പച്ചമണം ഇല്ലേ, ആ പച്ചമണം ഒന്ന് മാറി കിട്ടണം. ഇഞ്ചിയൊക്കെ ഇതിൽ ചെറുതായിട്ടാണ് അരിയണത്, എനിക്ക് സമയമൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് അരിഞ്ഞു വെച്ച്. അതാ മിക്കവാറും അങ്ങനത്തെ കമന്റ്സ് ഒക്കെ മിക്കവാറും വരും. ഒരു സ്മെല്ല് വരുന്നില്ല. ഇപ്പൊ നല്ല ഒരു ഇഞ്ചിയുടെ മണം വരുന്നുണ്ട്. ഇനി അതൊന്ന് ഗൈസ് ഒന്ന് സെറ്റ് ആവട്ടെ. ഗൈസ് നമുക്കിനി കൊടമ്പുളി ഇടണം. ഉമ്മിച്ചി പറഞ്ഞിട്ട് എനിക്ക് ഉമ്മിച്ചി തന്നത്, ഉമ്മിച്ചി പറഞ്ഞത് കുറച്ചിട്ടാൽ മതി, ബിക്കോസ് ഇതിന് ഭയങ്കര എഫക്റ്റ് ആണെന്നാണ് ഉമ്മിച്ചി പറഞ്ഞത്. സോ നമുക്ക് ഇത്രയും മതിയായിരിക്കും. കുറച്ച് ഇടാം. കാരണം ഇന്നലെ എനിക്ക് ഇതേപോലെ സാമ്പാർ ഉണ്ടാക്കിയപ്പോഴേ, നീ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ, സാമ്പാർ ഉണ്ടാക്കിയപ്പോഴേ പുളി പിഴിഞ്ഞൊഴിക്കുമല്ല. അപ്പൊ ഞാൻ സാമ്പാർ വീഡിയോ കണ്ടാ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഉള്ള അളവിന് നെല്ലിക്ക വലുപ്പത്തിൽ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ നെല്ലിക്ക വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കി പുളിവെള്ളമൊക്കെ ഒഴിച്ച് ടേസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര പുളിയുടെ ടേസ്റ്റ്. ഞാൻ വിചാരിക്കും അയാൾ പറഞ്ഞ പോലെ തന്നെയാണല്ലോ ഉണ്ടാക്കിയത്, പിന്നെ എന്ത് പറ്റി എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കുക. എന്നിട്ട് ഞാൻ അങ്ങനെ വീഡിയോ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം ഒഴിച്ച് കുറുക്കി എടുത്ത് എന്നിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഫുള്ള് കാണുക. എന്തില്ല അയാൾ പറയുന്നത്. ഇനി നമുക്ക് ഒരു 3-4 ലിറ്റർ സാമ്പാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 13 പേർക്ക് വിളമ്പാന്ന്. 13 പേർക്ക് വിളമ്പിട്ടതാണ് ഞാൻ 2 പേർക്ക് വിളമ്പാൻ വേണ്ടി ഇട്ടത്. സീനായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ ഇതിലേക്ക് മുളക് പൊടി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാ ഇതാക്കിയത്. കാരണം അറിയാലോ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അടി പിടിക്കും. അപ്പൊ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടു. ഓഫ് ചെയ്തിട്ടാട്ടോ ഇത് ഇടുന്നത്, അല്ലെങ്കിൽ അടി പിടിക്കുമല്ലേ. മുളക് പൊടിക്ക് ഭയങ്കര, കാരണം വേറെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് പുളി നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് നല്ല ഞെരുക്കി. അപ്പം ഞാൻ പുളി വെള്ളം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളവും പുളിയെ പാടി അതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഒന്ന് ചൂടാവട്ടെ, ബിക്കോസ് പച്ചവെള്ളമല്ലേ ഒഴിച്ചത്. ഗൈസ്, അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇതിൻ്റെ അകത്ത് കണ്ട തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പരിവം. അപ്പം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കണം. സോ ഞാൻ ഫ്ലെയിം കൂട്ടി വയ്ക്കും. അപ്പം നമ്മുടെ ഇത് കണ്ടോ, വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്, ചൂടുവെള്ളമല്ലോ. നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇത്രയും പോരെ, ഇത് വേണ്ടല്ലോ. ഫ്രൈ ഇനി ഫ്രൈ ഒന്നും ഇല്ല, അത് ഞാൻ തന്നെ ഫ്രൈ ചെയ്ത് കഴിച്ചോളാം. നമുക്കപ്പോൾ ഇനി ഇത് കുറച്ച് വെച്ചിട്ട് മൂടി വെക്കാം, ബിക്കോസ് ഇത് വേവണം. എന്നിട്ട് നമുക്ക് റെഡി ആയിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പം നമ്മുടെ ഉപ്പുമാവ് നമുക്ക് തിന്നാൻ സമയമായി, ബിക്കോസ് എനിക്ക് 9 മണിക്ക് പോകണം ഗൈസ്. അപ്പോൾ ഉപ്പുമാവ് കഴിക്കാം. മീൻകറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇത് ഉച്ചക്കത്തേക്ക് ഒഴിക്കും. ചോറ് വേണമെങ്കിൽ ചോറ് ഫ്രിഡ്ജിലുണ്ട്. ഓക്കെ, താങ്ക് യു. കഴിക്കാം. യെസ് ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫ്ലാറ്റിലെ ഒരു മോർണിംഗ്. ഒരു 7 to 9 എൻ്റെ ഫ്ലാറ്റിലെ ഇതാണ് ഡെയിലി നടക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ.